അടൂരിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ നേതൃയോഗം സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ പട്ടികയിൽ അന്തിമ തീരുമാനമായിട്ടുണ്ടോ? ഉന്മേഷ നിലവിൽ ഇപ്പോൾ ഏതാണ്ട് ധാരണയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതായത് 25 സീറ്റുകൾ CPI മത്സരിക്കുന്ന 25 സീറ്റുകളുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള യോഗങ്ങളാണ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത്. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർവാഹക സമിതി കൗൺസിൽ യോഗങ്ങളാണ് ഇന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ 3 തവണ മത്സരിച്ച് നിലവിലുള്ള 6 പേരെ ഒഴിവാക്കാനാണ് സാധ്യത. 2 ടേം കഴിഞ്ഞ ഭൂരിപക്ഷം പേർക്കും ഇളവ് നൽകണമെന്ന ആവശ്യമാണ് ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയർന്നതും. അതേസമയം 1 ടേം മാത്രം പിന്നിട്ട തൃശ്ശൂരിലെ P. ബാലചന്ദ്രൻ ജില്ലയിൽ നിന്നുള്ള ശുപാർശയിൽ ഇല്ല എന്നുള്ളതും കഴിഞ്ഞ മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന പട്ടാമ്പി MLA മുഹമ്മദ് മൂസിന് ഉപാധികളോടെ മാത്രം ഇളവ് നൽകണമെന്ന നിർദ്ദേശമാണ് ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ ഈ നേതൃയോഗങ്ങളിൽ പരിശോധിക്കുന്നുണ്ടെങ്കിൽ തീരുമാനമായി മാറുന്നുണ്ട്. അടൂർ സീറ്റിനായി CPIയിൽ പിടിവലി നടക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്ന സംസ്ഥാന നേതൃത്വത്തിന് കത്ത് ലഭിച്ചു. ചിറ്റയം ഗോപകുമാർ തന്നെ ജില്ലാ സെക്രട്ടറിയായ പത്തനംതിട്ട ജില്ലാ നേതൃയോഗമാണ് കത്ത് നൽകിയത്. CPI ആലപ്പുഴ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് C. അരുൺകുമാറിന്റെ പേരാണ് മണ്ഡലത്തിലേക്ക് സജീവമായി പരിഗണിക്കുന്നത്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ നേതൃയോഗങ്ങളിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ്. കൂടാതെ മറ്റു ചില കാര്യങ്ങളിൽ കൂടി തീരുമാനമായിട്ടുണ്ട് തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുള്ളതിൽ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അതേപോലെ തന്നെ നാദാപുരത്ത് P. വസന്തം, P. ഗവാസ് എന്നിവരാണ് പട്ടികയിലുള്ളത്. മൂവാറ്റുപുഴയിൽ N. അരുൺ മത്സരിക്കുമെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. തൃശ്ശൂരിൽ പല പേരുകളുണ്ടെങ്കിലും അത് ഏത് പേരിലേക്ക് സംസ്ഥാന നേതൃത്വം ഉറച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഈ നേതൃയോഗങ്ങൾ അവസാനിക്കുന്ന മുറയ്ക്ക് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഷഫീദ് റാവുത്തർ, തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.